ഈ വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശിയായി നിൽക്കുന്ന ഗുരുവായൂർ ഏകാദശി നമ്മളിൽ കുറച്ച് എങ്കിലും മനസ്സിന് ശക്തിയോടുകൂടി നമുക്ക് ഉപാസിക്കാൻ പറ്റിയാൽ, ഉപവസിക്കുക, കൂടെ ഇരിക്കുക, ഭഗവാന്റെ കൂടെ ഇരിക്കാൻ പറ്റിയാൽ, ഭഗവത് നാമങ്ങളുമായി കൂടെ ഇരിക്കാൻ പറ്റിയാൽ, ഭഗവാന്റെ ചിന്തകളുമായി കൂടെ ഇരിക്കാൻ പറ്റിയാൽ, ഭഗവാനെ ഇരുന്ന അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വന്ന ശ്രീകൃഷ്ണൻ പൂജ കഴിച്ച വിഗ്രഹമായി നിൽക്കുന്ന ഗുരുവായൂരപ്പൻ, ആ ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠാദിനം എന്നൊരു സങ്കല്പമുണ്ട്. ആ ഭഗവാൻ ഉണ്ടായ ദിവസം എന്ന് വേണം നമുക്ക് സങ്കല്പിക്കാം. അല്ലെങ്കിൽ മഹത്തരമായി നിൽക്കുന്ന ഗീത ഉപദേശം കിട്ടിയ ദിവസം അങ്ങനെയും സങ്കല്പിക്കാം. ഏത് രീതിയിലായാലും ഈ മഹത്തര ദിവസമായി നിൽക്കുന്ന ആ ദിവസത്തിന്റെ ഐതിഹ്യത്തെ പൂർണ്ണമായി ആ പുണ്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭഗവാന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനെയാണ് ഉപവാസം എന്ന് പറയുന്നത്. പരമാവധി ആൾക്കാർ എങ്ങനെയെങ്കിലും പറ്റുമെങ്കിൽ അന്ന് ഗുരുവായൂർ പങ്കെടുക്കണം, ഗുരുവായൂർ തൊഴണം. അന്ന്